ഹേയ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഒരുപാട് നാളായി യൂട്യൂബിലേക്കൊരു വീഡിയോ എടുത്തിട്ട്, അപ്പം വിചാരിച്ചു ഇന്നത്തെ വ്ളോഗ് യൂട്യൂബിലേക്ക് എടുക്കാമെന്ന്. അപ്പം ഇത് തമിഴിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഏകദേശം പാക്കിങ്ങും പിന്നെ എന്താ പറയുക, എനിക്കൊരു സ്റ്റോറിയും കൂടി പറയാനുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പം ഓൾറെഡി ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് 1 വീക്ക് മുന്നേ. അപ്പോൾ അതൊക്കെ അതിൽ നിന്ന് 1-2 ഐറ്റംസ് ഞാൻ പുറത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി വെച്ച് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് പോയ ഒരാളാണ്. തിരിച്ച് ഇങ്ങോട്ടേക്കാണ് എത്തിയത്. ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത് നോക്കണ്ട, ഒരുപാട് കരഞ്ഞ് ടെൻഷൻ അടിച്ചിട്ടാണ് ഇത്രയും ഒരാഴ്ച പോയത്. പിന്നെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഡേറ്റ് 10 ഞാൻ 4 ഇവിടുന്ന് യാത്രയിലും പറഞ്ഞ് പോയി. എയർപോർട്ടിലെത്തി. എന്താ പറയുക, എയർപോർട്ടിൻ്റെ അകത്ത് കയറി എൻ്റെ ലഗേജിലൊന്നും എനിക്കൊരു പേടിയും ഉണ്ടായിട്ടില്ല. കാരണം ഇപ്രാവശ്യം കുറച്ച് എന്താ പറയുക 30 kg കൊണ്ടുപോവുക. പിന്നെ ഞാൻ 1 മന്തിലേക്ക് പോകുന്നതായതുകൊണ്ട് കുറച്ച് സാധനമേ എടുക്കുന്നില്ലൂ. അതുകൊണ്ട് എനിക്ക് ലഗേജൊക്കെ ഇനിയും സ്പേസ് ബാക്കിയുണ്ട്. പക്ഷേ അവിടെ എത്തി ലഗേജൊക്കെ അവർ ചെക്ക് ചെയ്തു. അപ്പോഴാണ് എന്നോട് പറയുന്നത്, മോളെ പാസ്പോർട്ടിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞല്ലോ എന്നുള്ളത്. ഞാൻ ഷോക്കായി. ഞാനത് നോക്കിയിട്ടേ ഇല്ല. ഓൾറെഡി ഇക്കയാണ് ടിക്കറ്റ് എടുത്തത്. നമ്മുടെ പിന്നെ പാസ്പോർട്ടിൻ്റെതും എല്ലാം ഇക്കാൻ്റെ അടുത്ത് ഓൾറെഡി PDF ഉള്ളതുകൊണ്ട് അത് ഷെയർ ചെയ്തിട്ട് ഇക്ക തന്നെയാണ് ടിക്കറ്റെല്ലാം എടുത്തത്. അപ്പോൾ ഞാനൊന്നും അറിയില്ല, ഞാനും പാസ്പോർട്ട് ചെക്ക് ചെയ്യാൻ നിന്നിട്ടില്ല. അപ്പോൾ അവിടുന്ന് യാത്ര ചെയ്യാൻ പറ്റൂല, ഇങ്ങനെ എക്സ്പയറി ഡേറ്റ് ആയിട്ടില്ലെന്ന് പറഞ്ഞു. പിന്നെ എനിക്കൊന്നും തിരിയുന്നില്ല. പിന്നെ ഇക്കാനെ വിളിച്ച് പറഞ്ഞ് എനിക്കും പഠിച്ചോനെ ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയായി. അവർ പറഞ്ഞു, കുറേ ഞാൻ പറഞ്ഞു നോക്കി, ഞാൻ UAE-യിലെത്തിയ പാട് പുതുക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എങ്ങനെയും അവർക്ക് നമ്മളിവിടെ എമിറേറ്റ്സ് ഐഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മളിവിടെ എയർപോർട്ടിൽ വേണ്ടത് പാസ്പോർട്ട് തന്നെയാണ് മെയിൻ. അപ്പുറത്ത് നമുക്ക് പാസ്പോർട്ട് വേണ്ട, എമിറേറ്റ്സ് ഐഡി ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് പോകണമെങ്കിൽ എന്തായാലും പാസ്പോർട്ട് വേണമെന്ന് പറഞ്ഞു. അതിനൊന്നും ചെയ്യാനില്ല. എന്നോട് പറഞ്ഞു, ഞാൻ കുറേ കരഞ്ഞ് അവിടുന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ എമിഗ്രേഷനിൽ സംസാരിച്ച് നോക്ക്, അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിടാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ എമിഗ്രേഷനിൽ പോയി അവിടുത്തെ മാനേജറോട് സംസാരിച്ച്. പക്ഷെ അവരും പറഞ്ഞത് പറ്റൂല, എന്താ പറയുക, പാസ്പോർട്ട് എക്സ്പയറി ആയാലും ഒരിക്കലും നമുക്ക് കടത്തി വിടാൻ പറ്റൂല. പിന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ വിസ ഇങ്ങനെ, എനിക്ക് ഈ 15-ന് എൻ്റെ വിസ തീരുന്നല്ല, വിസ പുതുക്കണം, അല്ലെങ്കിൽ പിന്നെ ആ വിസ പോയി. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനെയാണ് പോകേണ്ടതാണ്, എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, ഇല്ല ഇനിയും ഒരു 10 ദിവസം ഉണ്ടല്ലോ. പിന്നെ നേരെ കോഴിക്കോട് ഓഫീസിൽ പോയിട്ട്, പാസ്പോർട്ട് ഓഫീസിൽ പോയിട്ട് സ്പീഡ് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുക. 3-4 ദിവസം കൊണ്ട് തന്നെ കിട്ടുമെന്ന് പറഞ്ഞു. ടിക്കറ്റ് റീഷെഡ്യൂൾ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞാൽ പിന്നെ അങ്ങനെ ചെയ്യാൻ എനിക്ക് പോകാൻ പറ്റും. പക്ഷേ മോളെ കൂട്ടാണ്ട് പോകുന്നത് എന്താ പറയുക, ഇക്കാക്കും താല്പര്യമില്ല, എനിക്കും സങ്കടമാവുന്നു. ദുബായാണ് ഇത്രയും ദിവസം ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ നിന്നത്. ഉമ്മ ഇനി എത്ര ദിവസമുണ്ട്, 20 days, പിന്നെയും ഒരു 2 days കഴിയുമ്പോൾ ഉമ്മ ഇനി എത്ര ദിവസമുണ്ട്, അങ്ങനെ ചോദിച്ചുകൊണ്ട് നിന്നത് ദുബായാണ്. അപ്പോൾ അവളെ കൂട്ടാണ്ട് പോകുമ്പോൾ എന്തായാലും ഒരു വിഷമമാകും. അതുകൊണ്ട് ഞാനും പോയിട്ടില്ല. പിന്നെ ഞാനില്ലാണ്ടും അവൾക്ക് പാസ്പോർട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിന്. ഇല്ലെങ്കിൽ ഓളെ അപ്ലൈ ചെയ്ത് ഓളെ പാസ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആരുടെയെങ്കിലും കൂടെ വന്നാൽ മതിയല്ലോ. പക്ഷെ എന്നാലും ഞാനില്ലാണ്ട് പാസ്പോർട്ട് ആവില്ല എന്ന് എനിക്കൊരു പേടി ഉണ്ടായിന്. അങ്ങനെ ഞാൻ തിരിച്ച് റീഷെഡ്യൂൾ ചെയ്ത് 10-ാം ഫ്ലൈറ്റ്, 11-ാം രാത്രിത്തേക്കുള്ള ഫ്ലൈറ്റ് നമ്മൾ റീഷെഡ്യൂൾ ചെയ്തിട്ട് വന്ന് പിറ്റേന്ന് നെക്സ്റ്റ് ഡേ മോർണിംഗ്, ഞാനിവിടെ എത്തുന്നത് 3-4 മണിക്കാണ്. 2-3 മണിക്കൂർ ഉറങ്ങിയിട്ട് മോർണിംഗിൽ കോഴിക്കോടേക്കുള്ള ട്രെയിനിൽ പോയി. പിന്നെ അവിടുന്ന് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് നെക്സ്റ്റ് ഡേ. എങ്ങനെയും നെക്സ്റ്റ് ഡേ ആയിക്കഴിഞ്ഞാൽ എനിക്ക് അപ്ലൈ ചെയ്താൽ കിട്ടൂല എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം റീഷെഡ്യൂൾ ചെയ്തിട്ട് 5 ദിവസമേ ഇല്ലൂ. അപ്പോൾ 5 ദിവസത്തിൻ്റെ ഉള്ളിൽ എനിക്ക് പാസ്പോർട്ട് കിട്ടണം. അതിൽ സെക്കൻഡ് സാറ്റർഡേയും സൺഡേയും 2 ദിവസം ലീവ്. അപ്പം എങ്ങനെ എനിക്ക് റീഷെഡ്യൂൾ ചെയ്തത് ഇനി 14-ത്തേക്ക് ആക്കിയാൽ മതി എന്ന് ഞാൻ ഇത്രയും ദിവസം ചിന്തിച്ചിട്ടുണ്ടായിന്. അപ്പോൾ 10-ാം തീയതി ആക്കാണ്ട് 14-ഓ 13-ഓ ആക്കി കഴിഞ്ഞെങ്കിൽ പിന്നെയും നമുക്ക് 2-3 ദിവസം കൂട്ടി കിട്ടുമല്ലോ.
അപ്പം എന്താണ് പാസ്പോർട്ട് ഓഫീസിൽ പോയിട്ട് സെക്യൂരിറ്റിനോട് കാല് പിടിച്ച് ഞാൻ ഒന്നും തന്നെ അകത്ത് കയറ്റി ഞാൻ സംസാരിച്ചോളാം, എനിക്കിങ്ങനെ പോകേണ്ടതാണ്, ടിക്കറ്റ് എടുത്താന്ന് ടിക്കറ്റിൻ്റെ കോപ്പിയെല്ലാം ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായി. അങ്ങനെ അതിൻ്റെ അകത്ത് കയറി ഒരാളെ കണ്ട് അവരോട് കാര്യങ്ങൾ സംസാരിച്ച് അവർ തന്നെ വേറൊരു മാനേജറെ എടുത്തുകൊണ്ട് പോയി. അങ്ങനെ അവിടെ സംസാരിച്ച് അങ്ങനെ ലാസ്റ്റ് എനിക്ക് തത്കാൽ പാസ്പോർട്ട് അതിന് അപ്ലൈ ചെയ്യാൻ തന്ന്. പക്ഷെ ഉപ്പില്ലാണ്ട് പിന്നെ തത്കാലിന് അപ്ലൈ ചെയ്യാൻ കഴിയില്ല പറഞ്ഞു. അതും വേറെ ഒരു ചൊറയായി. അങ്ങനെ എങ്ങനെയല്ലോ ആയി. പോലീസ് വെരിഫിക്കേഷൻ ഉണ്ട്, അത് ചെയ്യാണ്ട് നമുക്ക് പാസ്പോർട്ട് തരാൻ കഴിയില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ പോലീസ് വെരിഫിക്കേഷൻ പ്രശ്നമില്ല, ഞാൻ ചെയ്തോളാമെന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്ത് വന്ന് അന്ന് പോലീസ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ പിന്നെന്താ പറയുക പോലീസിനെ കോൺടാക്ട് ചെയ്ത് അവർക്ക് അപ്പം തന്നെ മെയിൽ പോകുന്നതെല്ലാം പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പാസ്പോർട്ട് കിട്ടണമല്ലോ. പാസ്പോർട്ട് പോലീസ് വെരിഫിക്കേഷൻ ചെയ്യാൻ ഇവർക്ക് മെയിൽ വരുന്നില്ല പോലീസ് സ്റ്റേഷനിലേക്ക്. അപ്പോൾ അത് ഒരു 1.5 ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ടെൻഷനായി. അങ്ങനെ പാസ്പോർട്ട് ഇന്ന് രാവിലെ ഇപ്പോൾ ഞാൻ പാസ്പോർട്ട് വാങ്ങാൻ പോയി. നമ്മുടെ പോസ്റ്റ് ഓഫീസിലെത്തി. കിട്ടുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. ഇക്ക 10-ാം തീയതി രാത്രി ടിക്കറ്റ് എടുക്കാനാണ് പറഞ്ഞത്. എന്ന് വിചാരിച്ചാൽ ഇന്നലെ രാത്രി 9-ാം തീയതി രാത്രി ഞാനിവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. 10-ാം തീയതി മോർണിംഗ് അവിടെ ഇറങ്ങും. അതാണ് ഇക്ക എടുക്കാൻ പറഞ്ഞത്. പക്ഷെ ഞാനാണ് 10-ാം തീയതി വേണ്ട 11 എടുക്കാൻ വിചാരിച്ചിട്ട് ഇന്ന് 10-ാം തീയതി രാത്രി ഞാനിവിടെ ഇറങ്ങും. 11 ആകുമ്പോഴത്തേക്ക് അവിടെ അബുദാബിയിൽ ലാൻഡ് ചെയ്യും. ആ ഒരു രീതിയിലുള്ള ടിക്കറ്റ് എടുത്തത് ഞാനാണ്. ഇതെടുത്തതുകൊണ്ട് എനിക്ക് ഇന്ന് പോകാൻ പറ്റും. അല്ലെങ്കിൽ ഈ ടിക്കറ്റിൻ്റെ പൈസയും പോവും, കഴിഞ്ഞ ടിക്കറ്റിൻ്റെ പൈസയും പോവും. അപ്പോൾ ഇന്ന് മോർണിംഗ് ഇവിടെ നമ്മളെ വില്ലേജ് ഓഫീസിലെത്തി. പോസ്റ്റ് ഓഫീസിലെത്തി. പാസ്പോർട്ട് ഞാനിപ്പോൾ വാങ്ങിയിട്ട് വന്ന് ഇനിയിപ്പോൾ പാക്ക് ചെയ്തതെല്ലാം ഒന്നും കൂടി ഒന്ന് സെറ്റാക്കി എനിക്ക് ഇറങ്ങണം ഇന്ന് രാത്രി. അപ്പോൾ എന്താ പറയുക, ഞാനടിച്ച ടെൻഷനും പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് കയറുന്നു, എയർപോർട്ടിൽ നിന്ന് കുറേ കയറുന്നു, ഇതൊക്കെ ഇത്രയും ദിവസം ഞാൻ എന്തോ ഒരു ബാഡ് മൊമെൻറ്റ്സിലേക്ക് കൂടിയാണ് കടന്നു പോയിട്ടുണ്ടായത്. അത്രയും ടെൻഷൻ അടിച്ചിട്ടുണ്ടായിന്. അതുകൊണ്ട് തന്നെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനോട് മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പോകുന്നത്. അവർക്ക് വരെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല ഞാനിങ്ങനെ ഇവിടെ ഇല്ലെന്ന്. ഈ ഒരു വീഡിയോ അവർക്ക് എന്താ പറയുക മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇപ്പം ഞാൻ എന്താ പറയുക അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ 5 ദിവസത്തിൻ്റെ ഉള്ളിൽ 2 കൊളാബ് വേറെയും ഉണ്ടായിന്, ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ വീണ്ടും എനിക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടെല്ലാം സെറ്റ് ചെയ്യേണ്ട വന്നിട്ടുണ്ടായിന്. അപ്പോൾ ഇതെല്ലാം ഇന്നൊന്ന് എടുത്ത് വെക്കണം. പിന്നെ എന്താ പറയുക ഒന്നും ഞാൻ അധികം കൊണ്ടുപോകുന്നില്ല. 1, 2, 3 ഡ്രസ്സ് മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. ഓൾറെഡി എൻ്റെ 2-3 ഡ്രസ്സ് അവിടെ ഉണ്ട്. ഞാൻ ട്രെൻഡിൽ നിന്ന് ഓർഡർ ചെയ്തതും പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പം കുറച്ച് ഡ്രസ്സ് അവിടെ വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. പക്ഷെ എനിക്ക് മിസ്സാവുന്നത് എന്താ പറയുക അവിടെ നിന്ന് എന്തെങ്കിലും വീഡിയോസോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ്സാവുന്നത് എൻ്റെ സാൻഡൽസ്, ബാഗ്, ഷാള്, ഇതായിരിക്കും. ഈ 3 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഡ്രസ്സും മാച്ചാക്കിയിട്ട് പോകാൻ പറ്റും. പക്ഷേ ഇതിപ്പോൾ ഇത്ര എനിക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് 1-2 കളേഴ്സ് മാത്രമേ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഇന്ന് എടുത്ത് വെക്കണം. പിന്നെ കുറച്ച് മേക്കപ്പ് ഐറ്റംസ് മാത്രം എടുക്കുന്നുണ്ട്. 1 മന്ത് ആയതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് ഐറ്റംസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു പെട്ടിയിലാണ് ഞാൻ ആക്കിയത്. കാരണം മേക്കപ്പ് ഐറ്റംസെല്ലാം വേഗം പൊട്ടിപ്പോകുന്നു. അതിൻ്റെ ഉള്ളിലെ ഐ ഷാഡോ പാലറ്റൊക്കെ വേഗം പൊട്ടിപ്പോവും. കോമ്പാക്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ ഇതെൻ്റെ കുറച്ച് സ്കിൻ കെയർ ആണ്. പിന്നെ മേക്കപ്പ് ഐറ്റംസ് ഞാനിങ്ങനെ ബോക്സിലാക്കിന്, അതാകുമ്പോൾ കുറച്ചുകൂടി സേഫ്റ്റിയാണ്. അപ്പം ഞാൻ കൊണ്ടുപോകുന്ന മേക്കപ്പ് ഐറ്റംസ് കാണാനും ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുണ്ടാവും. കാരണം മൊത്തത്തിൽ ഞാൻ എടുക്കുന്നില്ലല്ലോ. അപ്പോൾ 1-2 ഐറ്റംസ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ, എൻ്റെ ഫേവറേറ്റ് ഐറ്റംസ് മാത്രം. പിന്നെ ഒരു കൺസീലർ, ഒരു ഫൗണ്ടേഷന്, ഒരു ഹലോ ഗ്ലോൻ്റെ ലിക്വിഡ് ഫിൽറ്ററാണ്. പിന്നെ ഒരു ചെറിയ ഐ ഷാഡോ പാലറ്റ് എടുക്കുന്നുണ്ട്. ഇത് ഫോറെവർ 52-ൻ്റെതാണ്. പിന്നെ എൻ്റെ ഒരു ബ്ലഷ്, ലൂസ് പൗഡർ, പിന്നെ 1, 2, 3, 4, 5, 6, ഒരു 7 ലിപ്സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ മസ്കാര, പിന്നെ 1-2 ലിപ് ലൈനർ, കാജൽ,
പിന്നെ ഒരു എന്താ പറയുക, ലിപ് ഗ്ലോസ് മാത്രം എടുക്കുന്നുണ്ട്. ഇത് പ്രീഷ്യ ബ്യൂട്ടീനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ ഫേസ് റേസർ 1-2 ബ്രഷ് മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ എൻ്റെ ലിപ് ബാം. പിന്നെ സ്കിൻ കെയറിൽ ഞാൻ ഇപ്രാവശ്യം എന്താ പറയുക, ഞാൻ യൂസ് ചെയ്യുന്നതല്ല എടുക്കുന്നത്. എനിക്കിപ്പം സോട്രൂ എന്ന് പറയുന്ന ബ്രാൻഡ് എനിക്ക് PR ബോക്സ് അയച്ചിട്ടുണ്ടായിരുന്നു പേഴ്സണൽ റിവ്യൂവിന് വേണ്ടിയിട്ട്. അപ്പം അത് എനിക്ക് കിട്ടുന്നത് ഞാൻ പോകുന്ന അന്നാണ്, 4-ാം തീയതിയാണ് എനിക്ക് ഈ ബോക്സ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് സമയമില്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, UAE പോയിട്ട് ട്രൈ ചെയ്തിട്ട് വീഡിയോ എടുക്കാമെന്നാണ് ഉണ്ടായത്. പക്ഷെ ഇപ്പം 5 ദിവസം എനിക്ക് കിട്ടിക്കൊണ്ട് ഞാൻ ഇതിൻ്റെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ പോലെ എടുത്തു. പിന്നെ എന്താ പറയുക, ഇനി യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ അവിടുന്ന് പറയാം. അതുകൊണ്ട് ഇതിലെ ഫേസ് വാഷും മോയ്സ്ചറൈസിങ് ക്രീമും അങ്ങനെയുള്ളതാണ് എടുക്കുന്നത്, പുതിയതായിട്ടുള്ളത്. പിന്നെ ഇവരെ സൺസ്ക്രീൻ സ്റ്റിക്ക് സോട്രൂൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതാണ് ഇങ്ങനെ റോൾ ഓൺ ആണ്, പക്ഷേ നല്ല മാറ്റ് ഫിനിഷ് ആയിരുന്നത്. ഒട്ടും നമുക്ക് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മാറ്റ് ഫിനിഷ് ആയിരുന്ന ഒരു സൺസ്ക്രീൻ സ്റ്റിക്ക്. അപ്പോൾ ഈ ഒരു സൺസ്ക്രീൻ എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ സോട്രൂൻ്റെ തന്നെ ക്ലെൻസർ എടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ ഈ ഒരു പിമ്പിൾ പാച്ചസ് എടുക്കുന്നുണ്ട് സോട്രൂൻ്റെ. പിന്നെ ഈ സ്ട്രോബ് ക്രീംസ് എടുക്കുന്നുണ്ട്. ഇത് എനിക്ക് വീഡിയോ ചെയ്യാനും ഉണ്ട് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് അടിപൊളി സ്ട്രോബ് ക്രീമാണ്, ഓൾറെഡി ഞാൻ യൂസ് ചെയ്തു. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് ഞാനിത് ബോക്സ് അടക്കം എടുക്കുന്നുണ്ട്. പിന്നെ ഇത് സോട്രൂൻ്റെ ഒരു ഫിനിഷിങ് ലൈനാണ്, ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ നിങ്ങൾക്കിത് ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നിന്ന് 1-2 ഐറ്റംസ് ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ 1-2 ഐറ്റംസ് ഞാൻ കൊളാബിന് വേണ്ടിയിട്ട് ഗിവ് അവേ തരാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്ക് ഓൾറെഡി 1-2 ബ്രാൻഡ് അയച്ചു തന്നത്. പിന്നെ 1-2 ഐറ്റംസ് നമുക്ക് എക്സ്ട്രാ ഉണ്ടാവില്ല, അപ്പോൾ അങ്ങനത്തെ ഐറ്റംസെല്ലാം ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ഒരു ഗിവ് അവേ ആയിട്ട് നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചിട്ട്. ഒരു 2500 വേർത്ത് വരുന്ന 2 പേർക്ക് ഇൻഷാ അള്ളാ ഞാൻ ഉടനെ തന്നെ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടിടാം. അതിൽ കമൻറ്റ്സ് ചെയ്യുന്നവർക്ക് കമൻറ്റ് പിക്കർ വഴി ഞാൻ സെലക്ട് ചെയ്ത് 2 ആളെ സെലക്ട് ചെയ്തിട്ട് ഗിവ് അവേ തരാം. അത് ഞാൻ ഇൻസ്റ്റഗ്രാമിലായിരിക്കും വീഡിയോ ഇടൽ, കാരണം യൂട്യൂബ് വഴി എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ യൂട്യൂബ് വഴി തന്നെ ഞാൻ തരുന്നതായിരിക്കും. 2ലും വീഡിയോ ഇട്ടിട്ട് ഒന്ന് യൂട്യൂബിൽ നിന്ന് സെലക്ട് ചെയ്യും, ഒന്ന് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് സെലക്ട് ചെയ്യും, അങ്ങനെ ചെയ്യാം. അപ്പം പാക്കിംഗ് ഒന്നും ഞാൻ അധികം കാണിക്കുന്നില്ല. ഞാൻ പാക്ക് ചെയ്തിട്ടില്ല, എല്ലാം സെറ്റ് ചെയ്ത് വെക്കണം അത്ര. പിന്നെ 1-2 ജ്വല്ലറീസ് ഞാൻ എടുത്തിന്, എനിക്ക് അവിടെ പോയിട്ട് വീഡിയോ ചെയ്യാനുണ്ട്, ചുരിദാറിൻ്റെ ഒക്കെ. പിന്നെ ഇതെൻ്റെ കുറച്ച് ജ്വല്ലറിയാണ്, ഇതിൻ്റെ ഹോൾ വീഡിയോ എടുക്കാനും ഉണ്ട്. ഇതിൽ എൻ്റെ റിങ്സ് എല്ലാം ആണ്. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പം അധികം ആൾക്കാരും ചോദിക്കാറുണ്ട് റിങ്സ് എവിടെ നിന്നാണ്. ഞാൻ വേഗം തന്നെ വീഡിയോ ഇടാം. പിന്നെ ഇതൊക്കെ എൻ്റെ ഷാളാണ്, ഇതിൽ നിന്ന് 2-3 കുറച്ച് ഷാൾ എടുക്കണം. പിന്നെ സാൻഡൽസിൽ നിന്ന് 1-2 സെലക്ട് ചെയ്യണം, ബാഗിൽ നിന്ന് 1-2 എടുക്കണം, എല്ലാത്തിനും മാച്ചായി പോകുന്നത്. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചു. അതിന് ശേഷം എനിക്ക് 1-2 ഡ്രസ്സ് എടുത്ത് വെക്കാനുണ്ടേനി. ഇപ്പം ഞാൻ ഫോൾഡ് ചെയ്യുന്ന ഈ ഒരു ഡ്രസ്സാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എയർപോർട്ട് ലുക്ക് ചെയ്തിട്ടുണ്ടായത്. പക്ഷേ എയർപോർട്ടിൽ വേറൊരു ഡ്രസ്സ് ഇട്ടിട്ടാണ് സ്റ്റോറി ഇട്ടിട്ടുണ്ടായത്. സംഭവം ഒന്നുമല്ല, ഫസ്റ്റത്തെ വീക്കിൽ പോകുമ്പോൾ ഈ ഒരു ഡ്രസ്സും പിന്നീട് പോകുമ്പോൾ വേറെ ഡ്രസ്സും ഇട്ട് ഞാൻ സെയിം ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല. അപ്പം ഈ ഒരു ഡ്രസ്സാണ് 2ാമത് സ്റ്റോറി ഇട്ടപ്പോൾ ഇട്ടിട്ടുണ്ടായത്. ഇത് ട്രെൻഡിയോളിൽ നിന്ന് എടുത്തതാണ്, മറ്റേത് ഏഷ്യൻ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജ് നിന്ന് അയച്ചു തന്നതാണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ ലിങ്കും ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജസ് എനിക്ക് വന്നിട്ടുണ്ടായിന്. ഈ ഒരു വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്കും കൊടുത്തേക്കാം. പിന്നെ ഷെയിം എന്ന് പറയുന്ന കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 40% ഓഫ് കിട്ടും. ചെറിയ റേറ്റാണ് ട്രെൻഡിയോളിലുള്ളത്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി, പോകുന്ന വഴിക്കൊരു സാൻഡ്വിച്ച് കഴിച്ചിട്ടുണ്ടായിന്. വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് തന്നെയാണ് ഇറങ്ങിയത്, എന്നാലും നൈറ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഒരു സാൻഡ്വിച്ചും കൂടി കഴിച്ചിട്ടാണ് എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ടായത്.
പിന്നീട് ഞാൻ ഈ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. കാരണം ബോർഡിംഗ് പാസ് കിട്ടുന്നത് വരെ ഒരു ടെൻഷനാണുണ്ടായത്. അതിന് ശേഷമാണ് ഒന്ന് ഓക്കെ ആയിട്ടുണ്ടായത്. എല്ലാ പ്രാവശ്യം പോകുമ്പോഴും ലഗേജിൻ്റെ മാത്രമേ നോക്കലുള്ളൂ. അതിൻ്റെ വെയിറ്റ് കറക്റ്റ് ആണോ എന്ന് നോക്കും. അല്ലാണ്ട് വേറെ ഒന്നും ചെക്ക് ചെയ്യലില്ല. അപ്പോൾ ഇപ്രാവശ്യം പഠിച്ച പാടാണ്. എല്ലാ ഡേറ്റ്സും കാര്യങ്ങളും ഒന്നിലും ഒന്ന് റീചെക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങളോടും എനിക്ക് അത്രേ പറയാനുള്ളൂ. നിങ്ങളും പോകുന്നവരാണെങ്കിൽ എല്ലാം ഒന്ന് റീചെക്ക് ചെയ്യുക. പിന്നെ നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഞാനും ദുവയും കയറിയ പാടന്നെ നല്ല രീതിയിൽ ഉറങ്ങി. അങ്ങനെ അബുദാബി എയർപോർട്ടിലെത്തി. അവിടെ പിന്നെ പ്രശ്നവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല. പുറത്തേക്ക് ഇറങ്ങി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ദുവാക്ക് ഒരു ബൊക്കെയൊക്കെ കൊണ്ടാണ് ഇക്ക വന്നിട്ടുണ്ടായത്. ഫൈനലി റൂമിലെത്തി. റൂം കണ്ടപ്പോൾ സർപ്രൈസ് ആയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്രാവശ്യം റൂം എടുക്കുമ്പം ഇക്ക പിന്നെ ഒന്നും കാണിച്ചാലേ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ജസ്റ്റ് 1 മന്തിലേക്കാണ്. പക്ഷെ എന്നാലും ഇപ്രാവശ്യം കിട്ടിയത് മാഷാ അല്ലാഹ് അടിപൊളി റൂമാണ്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ സമയം 5:30 മണിയാവാറായി. എയർപോർട്ടിൽ നിന്ന് ബോർഡിംഗ് പാസ് കിട്ടുന്നവരെ ഒരു ടെൻഷൻ ഉണ്ടായിനി. അത് കഴിഞ്ഞപ്പം ഓക്കെ ആയി. ഇതുവരെ ഉണ്ടായിട്ടില്ല ഇങ്ങനൊരു ടെൻഷൻ. കൂളായിട്ട് ഞാൻ വരുന്നതും പോകുന്നതും എല്ലാം. പക്ഷെ ഇപ്രാവശ്യം 1 വീക്ക് മുമ്പ് അങ്ങനെ സംഭവിച്ചുകൊണ്ട് എന്താ പറയുക, ആ ബോർഡിംഗ് പാസ് കിട്ടുന്നത് വരെ ഒരു ടെൻഷനാണ് ഉണ്ടായത്. അപ്പം അത് കഴിഞ്ഞപ്പോഴാണ് ഒന്ന് ഓക്കെ ആയിട്ടുണ്ടായത്. പിന്നെ ഇവിടെ വന്ന് ഇപ്പം ഒരു 10 മിനിറ്റ് ആയതേ ഉള്ളൂ എത്തിയിട്ട്. ഫ്രീസറിലും ഫ്രിഡ്ജിലൊക്കെ വെക്കേണ്ട സംഭവങ്ങളെല്ലാം എടുത്ത് വെച്ച്, വേറെ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. കുറച്ച് ഉറങ്ങണം. നാളെ ഇൻഷാ അല്ലാഹ് എല്ലാം എടുത്ത് വെക്കണം. അപ്പോൾ ഈ റൂമിൻ്റെത് അല്ലെങ്കിൽ ഒരു വ്ളോഗ് പോലെ ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിന് കൂടെ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല ലോങ് വീഡിയോ ആയി പോകും. അതുകൊണ്ട് ഞാൻ ഇതിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. സോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് വേഗം തിരിച്ചു വരും. അതുവരേക്കും ബൈ.